അചിന്ത്യവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനെ സമസ്തജഗദാധാരമൂർത്തയേ ബ്രഹ്മണേ നമഃ. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതനാമാവലി ആ മന്ത്രങ്ങളിലെ 108 മന്ത്രങ്ങളിലെ 7ഉം 8ഉം ശ്ലോകങ്ങളാണ് നമ്മൾക്കിന്ന് വിശകലനം ചെയ്യേണ്ടത്. 7ഉം 8ഉം മന്ത്രങ്ങൾ ഇപ്രകാരമാണ്. അവ്യയായ നമഃ. നിർമ്മലായ നമഃ. ഇതാണ് 7ഉം 8ഉം മന്ത്രങ്ങൾ. മന്ത്രം 7 പറയുന്നത് ഓം അവ്യയായ നമഃ എന്നാണ്. അവ്യയം എന്നാൽ അല്പം പോലും മാറ്റം വരാത്ത, ശരിക്കും കുറവ് വരാത്ത എന്നാണ് അത് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ അവ്യയായ നമഃ, അവ്യയനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അതായത് യാതൊരു തരത്തിലും ഗുരുവിൻ്റെ ചൈതന്യത്തിന്, ആ സ്വരൂപത്തിന് ഒരു തരത്തിലും ഒരു കുറവും വരാത്ത അങ്ങനെയുള്ള ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ശ്രീനാരായണ പരമഹംസദേവൻ സാക്ഷാത് പരബ്രഹ്മമാണ് എന്ന് പല കൃതികളും മറ്റുമൊക്കെ പഠിച്ച് നമ്മൾക്ക് അത് പൂർണ്ണ ബോധ്യമായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപിയായ ഗുരുവിന് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം പരബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാതെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ഇതാണ്. അപ്പം അതിൽപ്പെട്ട വിശേഷങ്ങളിൽപ്പെട്ട 1-2 കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഇത് ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണല്ലോ 108 എണ്ണവും. അപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയനാകാത്ത ഒരു സ്വരൂപമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നാണ്. അപ്പം മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ മാറ്റം വരുന്നത് ജഡത്തിനാണ് അല്ലേ. നമ്മുടെ ശരീരത്തിനായാലും മാറ്റങ്ങൾ വരുന്നു. ഷഡ്വികാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നുണ്ട് ഇല്ലേ, നമ്മൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഷഡ്വികാരങ്ങൾ എന്ന് പറയുമ്പോൾ അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം എന്നിങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് നമ്മളെയൊക്കെ ഏശുന്നത്. അപ്പോൾ അത് കാലാകാലങ്ങളിൽ നമ്മുടെ ശരീരം അങ്ങനെ പരിണമിച്ച് അവസാനമാണത് വിനാശത്തിലേക്ക് പോകുന്നത്, അവസാനം നാശമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വികാരങ്ങൾക്കെല്ലാം അടിമപ്പെട്ടതാണ് ശരീരവും മറ്റ് ജഡവസ്തുക്കളും, പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റ് ജഡവസ്തുക്കളുമെല്ലാം. എന്നാൽ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരു പരമാത്മ സ്വരൂപനാണ് എന്ന് ഉള്ളതുകൊണ്ട് യാതൊരു തരത്തിലുള്ള മാറ്റവും ഗുരുവിന് സംഭവിക്കുന്നില്ല എന്ന് ശ്രീമദ് ചൈതന്യ സ്വാമികൾക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ചൈതന്യ സ്വാമികൾ ഈ മന്ത്രം രചിച്ചിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നാൽ, ഇപ്പം അതായത് വ്യയം ചെയ്യും തോറും തീർന്നു പോകുന്നു എന്നുള്ളതാണ് അവ്യയം എന്ന് പറയുന്നത്. അപ്പം വ്യയം ചെയ്യും തോറും തീരാത്തതായിട്ട് എന്താണുള്ളത്, അതാണ് ചൈതന്യം എന്ന് പറയുന്നത്. ആ ചൈതന്യം മാത്രമേ എന്നും നിലനിൽക്കുന്നുള്ളൂ, സത്യമായിട്ട് നിലനിൽക്കുന്നുള്ള ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പോയതാണ്. അതുപോലെ നമ്മൾ വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വിദ്യ നമ്മൾ എത്ര പേർക്കത് പറഞ്ഞു കൊടുത്താലും അതിനെന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? അത് ഒന്നിനൊന്നിന് അതിൻ്റെ മാറ്റ് കൂടുന്നേ ഉള്ളൂ. കാരണം റിപ്പീറ്റഡായിട്ട് നമ്മളൊരു കാര്യം ആവർത്തിച്ച് നമുക്ക് പറയാൻ കഴിയുമ്പോൾ ശരിക്കും അവിടെ അതിന് കുറവേ വരുന്നില്ല, അതിന് മാറ്റ് കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവും നമ്മൾക്കറിയാം പരമാത്മ സ്വരൂപനാണെന്ന് നമ്മളെപ്പോഴും പറയുമെങ്കിലും അറിവ് എന്നൊരു വാക്കും കൂടെ ഗുരു ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഗുരു ശരിക്കും അറിവാണ് അല്ലേ. ആ അറിവിന് ഒരു തരത്തിലും ഒരു കുറവ് സംഭവിക്കുന്നില്ല. ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ഗുരുവാണ്. അപ്പം ഗുരു എത്രയോ അറിവ് നമ്മൾക്കൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. മനുഷ്യ നന്മയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഗുരുവിന് നമ്മൾക്ക് തന്നിരിക്കുന്ന ഗുരുവിൻ്റെ തിരുവാക്കുകളിൽ നിന്ന് ഉതിർന്നു വീണ ഓരോ വാക്കുകളും നമ്മൾക്കൊക്കെ എത്രയോ ഗുണം ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾക്ക് ഉപദേശങ്ങൾ തരുമ്പോഴും ഗുരുവിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഗുരുവിൻ്റെ ആത്മചൈതന്യത്തിന് മഹാകവി കുമാരനാശാൻ നമ്മൾക്ക് പറഞ്ഞു തന്നല്ലോ, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സു വപുസ്സും ധന്യത്വമുടങ്ങ് ആത്മതപസ്സും ബലി ചെയ്തു. അപ്പം ഇതെല്ലാം ചെയ്തിട്ടും നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഗുരു ചെയ്തിട്ടും ധന്യമായ ആത്മതപസ് പോലും നമ്മൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഗുരുവിന് സംഭവിച്ചോ, എന്തെങ്കിലും കോട്ടം ഗുരുവിന് സംഭവിച്ചോ? അപ്പം അതുകൊണ്ടാണ് ചൈതന്യസ്വാമികൾ പറയുന്നത്, യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ഏൽക്കാത്ത, യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ലാത്ത പരമാത്മ സ്വരൂപിയായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആ ചൈതന്യം എന്നെന്നും പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന ആ ചൈതന്യം, അങ്ങനെ പൂർണ്ണമായ ചൈതന്യത്തോടു കൂടി വിളങ്ങുന്ന ഗുരുവിന്, അതായത് യാതൊരു തരത്തിലും ഒരു മാറ്റവും സംഭവിക്കാത്ത ആ ചൈതന്യമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് നമസ്കാരം എന്നാണ് ആ മന്ത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എട്ടാമത്തെ മന്ത്രം പറയുന്നത് ഓം നിർമ്മലായ നമഃ എന്നാണ്. ഓം നിർമ്മലായ നമഃ എന്ന് പറഞ്ഞാൽ നിർമ്മലനാണ്. നിർമ്മലനായ എന്ന് പറയുമ്പോൾ മാലിന്യങ്ങൾ ഒന്നുമില്ലാത്ത, ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും സ്പർശിക്കാത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമുക്കറിയാം. അതായത് നമ്മളെ തന്നെ നോക്കുവാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള മാലിന്യങ്ങൾ, ആന്തരികമായിട്ടുള്ള മാലിന്യങ്ങൾ, ഇത് രണ്ടും ഉണ്ട് നമ്മൾക്കൊക്കെ. ബാഹ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാഗുരു നമ്മൾക്ക് ശ്രീനാരായണ ധർമ്മത്തിലൂടെ പഞ്ചശുദ്ധി പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ പഞ്ചശുദ്ധിയിൽ ശരീരശുദ്ധി, ഗ്രഹശുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ബാഹ്യമായിട്ടുള്ള മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നതാണ്. എന്നാൽ ഒപ്പം ആന്തരിക മാലിന്യങ്ങൾ നമ്മളെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ആന്തരിക മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് സംഭവിക്കുന്നത്, അതായത് ഇന്ദ്രിയശുദ്ധി വേണം, മനഃശുദ്ധി വേണം, വാക്ശുദ്ധി വേണം. ഇതൊക്കെ ഗുരു പഞ്ചശുദ്ധികളിൽ വീണ്ടും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാക്കും ഇന്ദ്രിയവും മനസ്സും ഇതൊക്കെ നമ്മുടെ ആന്തരിക ശുദ്ധിയിൽപ്പെടുന്നതാണ്. അപ്പോൾ ആ ആന്തരിക ശുദ്ധിയും ബാഹ്യശുദ്ധിയും ഒരുപോലെ ആ ശുദ്ധി രണ്ടും നമ്മൾ ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് പോകേണ്ടതാണ്. ബാഹ്യശുദ്ധി കൊണ്ട് മാത്രം കാര്യമായില്ല. ബാഹ്യശുദ്ധി എന്ന് പറയുമ്പോൾ സോപ്പിട്ട് തേച്ച് കുളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾക്ക് ശരീരവും വസ്ത്രവും ഒക്കെ ക്ലീനായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആന്തരിക ശുദ്ധിയെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഒരു സോപ്പും ഉപയോഗിച്ച് നമ്മൾക്ക് കഴുകിക്കളയാവുന്ന ഒന്നല്ല നമ്മുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ അവിടെ നമ്മൾ ശുദ്ധി പാലിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പഞ്ചശുദ്ധികൾ, അപ്പം ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചയജ്ഞം, ഇത് 3 കാര്യങ്ങളും നമുക്ക് എത്രയോ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഒരു മൂല്യം നമ്മൾക്ക് പിടികിട്ടുന്നത്. അപ്പോൾ ആന്തരിക ശുദ്ധിക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് സാധന എന്ന് പറയുന്നത്. അത് സത്യാന്വേഷികളൊക്കെ
എപ്പോഴും പാലിച്ചിരിക്കേണ്ടതാണ്. അത് സത്യാന്വേഷണ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർ, സത്യം അന്വേഷിച്ച് പോകുന്നവർ, അവർക്കിത് പാലിക്കാതെ സത്യത്തിൻ്റെ ആ ഒരു അടിയിലെ പടി പോലും എത്താൻ സാധിക്കില്ല. പക്ഷേ സത്യാന്വേഷികൾ അത് എപ്പോഴും പാലിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഇത് ശരിക്കും അത്യാവശ്യം തന്നെയാണ്. നമ്മളെപ്പോഴും സത്യാന്വേഷികളല്ലേ, സന്യാസി വര്യന്മാർ, യോഗീശ്വരന്മാരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരിതിൽ അങ്ങനെ ഒരു വിചാരമുണ്ട്. ശരിക്കും അങ്ങനെയല്ല. അപ്പം നമ്മൾക്കും മനോനൈർമല്യം വേണമെന്ന് നമ്മളും ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ സാധനയാണ് നമ്മൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗം. അപ്പം അവിടെ നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? പ്രാർത്ഥനയും ജപവും ധ്യാനവും മനനവും പിന്നെന്താണ് ശ്രവണവും നിധിധ്യാസനവും, ഇതൊക്കെയാണ് ഇത് നമ്മൾക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആന്തരിക ശുദ്ധി വരുത്താൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ മനോമലങ്ങൾ ഇല്ലാതാകണമെങ്കിൽ നമ്മളിതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ജീവിതത്തിൽ പാലിച്ചേ പറ്റുകയുള്ളൂ. അപ്പം മനോമലം നമുക്കറിയാം, ഒരു കണ്ണാടിയാണെങ്കിൽ നമ്മൾ അധിക ദിവസം ഉപയോഗിക്കാതിരുന്നാൽ അതിൽ പൊടിപടലങ്ങൾ കയറി അത് അഴുക്കാകുന്നത് കാണാം. നമ്മൾ അതിൽ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രതിബിംബം ക്ലിയർ അല്ലാതിരിക്കുന്നതൊക്കെ നമ്മൾക്ക് അനുഭവം വരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സും അതുപോലെ മലിനമായിക്കൊണ്ടേയിരിക്കും. മനസ്സാകുന്ന കണ്ണാടിയിൽ അഴുക്കുകൾ, ഈ കാമക്രോധാദികളായിട്ടുള്ള അഴുക്കുകൾ വന്ന് അടിയുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അതിനെ സമയാസമയങ്ങളിൽ നീക്കി ക്ലീനാക്കി വൃത്തിയാക്കി വയ്ക്കുക, ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതുപോലെ തന്നെ ഒരു തടാകം, അതിൽ ശുദ്ധജലമുള്ള ഒരു തടാകം, അവിടേക്ക് ആരും എത്തി നോക്കുന്നില്ല. കുറച്ച് ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ മുകളിൽ പായലൊക്കെ വന്ന് അവർ നല്ല ഭംഗിയായിട്ട് വളർന്ന് കയറുന്നത് കാണാം. അപ്പോൾ അതിനെ നമ്മൾ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അതിലോട്ട് കല്ലുകൾ പെറുക്കിയിടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പായൽ കുറേശ്ശെ നീങ്ങിപ്പോയിട്ട് അതിൻ്റെ അടിയിലുള്ള ശുദ്ധജലം നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ശുദ്ധമായ മനസ്സോടുകൂടി ആന്തരിക ശുദ്ധി പാലിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചേ പറ്റുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഇതിൽ കൂടി കടന്നു പോകുന്നവരാണ്, ഗ്രൂപ്പിലുള്ളവരും എല്ലാവരും. അപ്പോൾ അതൊരു പരിപൂർണമായിട്ടുള്ള ഒരു ഇതിൽ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം. അത് ഗുരുവും പല സ്ഥലങ്ങളിലും മറ്റ് യോഗാചാര്യന്മാരും ഒക്കെ നമ്മൾക്ക് ഉപദേശിച്ച് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് നമ്മൾ സദ്ഗുണങ്ങളാൽ നിറഞ്ഞ ഒരു മനസ്സിന് ഉടമയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾക്ക് ഗുരു പറഞ്ഞു തരുന്ന സ്നേഹവും ദയവും കാരുണ്യവും അഹിംസയും, അതായത് പഞ്ചധർമ്മങ്ങൾ ഗുരു പറഞ്ഞു തരുന്നത്, അതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയൊന്നും അങ്ങനെ നമ്മളതിന് ശ്രമിച്ചിട്ട് നമ്മൾക്കത് സാധിക്കുമ്പോൾ പിന്നെ അവിടെയൊന്നും മാലിന്യം ഉണ്ടായിരിക്കില്ല. അപ്പം മഹാഗുരു അത് വളരെ ബാല്യത്തിൽ തന്നെ ഈ ഗുണങ്ങളെല്ലാം ഗുരുവിൽ ഉണ്ടായിരുന്നു, നമ്മൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത് ഗുരു ഈശ്വരസ്വരൂപിയായി മാറിക്കഴിഞ്ഞും, അതായത് താനും ഈശ്വരനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ള സത്യം മനസ്സിലായി കഴിഞ്ഞും ഗുരുവിൻ്റെ മഹാസമാധി പ്രാപിക്കുന്ന ആ സമയം വരെ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ഗുരുവിനെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒരു പരമസത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ശുദ്ധമായ മനസ്സോടുകൂടിയ, മാലിന്യങ്ങളൊന്നും കലരാത്ത നിർമ്മലമായ മനസ്സോടു കൂടിയ അങ്ങനെയുള്ള ഒരു ഗുരു. അപ്പം ആ മനസ്സ്, അതുപോലുള്ളൊരു മനസ്സ് കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മളും ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അപ്പം മാലിന്യങ്ങളെ എത്രയും പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ ഇല്ലാതാക്കുകയും ഒപ്പം അതുപോലുള്ള മാലിന്യങ്ങൾ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്തെന്ന് വെച്ചോ, ക്ലീൻ ചെയ്ത് ഒരുവിധമൊക്കെ ക്ലിയർ ആയെന്ന് വെച്ചോ, പക്ഷേ അതുപോലുള്ള മാലിന്യങ്ങൾ വീണ്ടും അവിടെ അടിഞ്ഞ് വരും. കാരണം നമ്മൾ സംസാര ചക്രത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. നമ്മൾക്ക് പലതിനെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ വികാരങ്ങളെല്ലാം നമ്മളെ അടിമപ്പെടുത്തുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ വശീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ അതിങ്ങനെയെല്ലാം നമ്മളെ അടിമപ്പെടുത്തുമ്പോൾ നമ്മൾ അതിൽ പെട്ടു പോവുകയാണ്. അപ്പോൾ അത് പോകാതിരിക്കാനുള്ള ആണ് എപ്പോഴും നമ്മൾക്കൊരു ഈശ്വര വിചാരം വേണമെന്നൊക്കെ നമ്മൾക്ക് ഗുരുക്കന്മാരൊക്കെ ഉപദേശം തരുന്നത്. അപ്പം ശ്രവണം, മനനം, നിധിധ്യാസനം, കീർത്തനാലാപനം, അതായത് ഭക്തിയിൽ 9 പടികൾ വരെ കിടക്കുന്നു. അതിൽ കൂടിയൊക്കെ കടന്നു പോവുകയും ഒപ്പം സത്സംഗങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളും നമ്മൾക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പം യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും ബാധിക്കാത്ത നിർമ്മലനായിരിക്കുന്ന, നിർമ്മലമായ മനസ്സോടുകൂടിയ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് നമസ്കാരം എന്നാണ് മന്ത്രം പറയുന്നത്. അപ്പം എൻ്റെ ഈ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.